ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ട് കാനായിലെ അത്ഭുതത്തെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് തവണ വായിച്ച് കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇവിടെ വെള്ളം കോരാൻ നിന്നിരുന്ന പരിചാരകരെ കുറിച്ചാണ്. ആ കല്യാണ വീട്ടില് വീഞ്ഞ് തീർന്നു പോകുന്നു, ആ വീഞ്ഞ് തീർന്നു എന്നുള്ള ഒരു സംസാരം മൊത്തത്തിൽ ഇങ്ങനെ പരന്നു വരുന്നുണ്ട്. അപ്പൊ ഈശോ ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില് പരിശുദ്ധ അമ്മ ഈശോയോട് ചെന്ന് ഈ ആവശ്യം പറയുന്നു. ഈശോ ഈ പരിചാരകരോട് പറയുകയാണ്, ശുദ്ധീകരണ കർമ്മത്തിലുള്ള ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കുവിനെന്ന് പറയുകയാണ്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, വീഞ്ഞ് തീർന്ന സമയത്ത് എന്തിനാണ് ഈ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഭരണികളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നത്. പക്ഷെ അവരൊന്നും തിരിച്ചു ചോദിക്കാതെ അവർ നേരെ 6 കൽഭരണികളും അപ്പോളം നിറയ്ക്കുകയാണ്. നിറച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, ഇതെടുത്ത് നേരെ കലവറക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലാനായിട്ട് പറയുകയാണ്. ഒരു 6 കൽഭരണി നിറയെ പച്ചവെള്ളം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. അവർ നേരെ കലവറക്കാരന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ കലവറക്കാരൻ ആ വീഞ്ഞായി മാറിയ വെള്ളം എടുത്ത് രുചിച്ചു നോക്കുന്നു. അതിനെ കുറിച്ചുള്ള നല്ല കമന്റുകൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തികൾ ഒരുപക്ഷെ ഈ കലവറയിൽ നിൽക്കുന്ന ഈ സഹായകരായിരിക്കാം. അല്ലെ, നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെള്ളം കോരിയ പരിചാരകരുടെ ഈ ഒരു മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുകയാണ്. കാരണം ദൈവം എന്തു പറയുന്നു അതിനനുസരിച്ച് അതേപടി ചെയ്യാനായിട്ട് നമുക്ക് ആകുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ അബ്രാഹത്തിന്റെ ഒക്കെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ദൈവം എങ്ങോട്ട് പോകാൻ പറയുന്നു അങ്ങോട്ട് തന്നെ പോകുന്നു. എന്ന് ഒരു നാട്ടിൽ നിന്നും തിരിക്കാനായിട്ട് പറയുന്നു, അന്ന് നാട് വിട്ടു പോകുന്നു. അതുപോലെയുള്ള ഒരു വിശ്വാസം ഇന്നത്തെ സുവിശേഷത്തിലെ ഈ പരിചാരകരുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ളവർ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ പരിചാരകർ ഈശോയെ അനുസരിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ പുറകെ നടക്കാനുള്ള, ദൈവം പറയുന്നത് കേൾക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്